നമുക്ക് നല്ല ടേസ്റ്റായിട്ട് പാവയ്ക്ക പൊരിച്ചൊന്ന് കഴിച്ചാലോ? ഇതേ 2 പ്ലേറ്റിനകത്ത് പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. 4 പാവയ്ക്കയാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി അകത്തെ കുരുവെല്ലാം കളഞ്ഞ് ദേ വൃത്തിയാക്കി 1 കിലോ വരും കേട്ടോ 4 പാവയ്ക്ക. 2 പാവയ്ക്ക ഒരു പ്ലേറ്റിലും അടുത്ത 2 പാവയ്ക്ക ഈ പ്ലേറ്റിലും അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ, ഈ ഒരു സൈസ് വേണം. എല്ലാവർക്കും സൈസ് കണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനെ പൊരിക്കാൻ വേണ്ടി വേണ്ടത് ദേ ഇഞ്ചി പേസ്റ്റാണ്. 1 കഷ്ണം ഇഞ്ചി പേസ്റ്റാക്കിയത് ചെറിയൊരു ബൗള്, ഇത്രയും എടുക്കാവുള്ളൂ ഇഞ്ചി പേസ്റ്റ്. പിന്നെ ദേ ഒരു ചെറിയ ബൗള് തൈര്, ഏകദേശം 150 ml വരും. അതുപോലെ തന്നെ ഒരു ചെറിയ ബൗള് വെളിച്ചെണ്ണ, ഇത് ഏകദേശം ഒരു 150 ml വരും. ദേ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ വറക്കാൻ ആവശ്യത്തിന് വേണ്ട കരിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ആദ്യം നമ്മളുണ്ടല്ലോ ഇവൻ്റെ പാവയ്ക്കയുടെ മക്കൊക്കെ പോകാൻ വേണ്ടി നമ്മൾ ഈ 2 പ്ലേറ്റിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക കഷ്ണങ്ങളും ഈ ഇഞ്ചി പേസ്റ്റുമായിട്ട് തിരുമ്മി വെക്കും. 2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ കൂട്ടി തിരുമ്മി വെക്കും. അപ്പോൾ ഇതിൻ്റെ കയ്പും മക്കും ഒന്ന് മാറും. നമുക്ക് ഇനി ഈ തിരുമ്മി വെക്കുന്നത് കാണിക്കാം. ആദ്യം ഒരു പ്ലേറ്റ് അരിഞ്ഞു വെച്ച പാവയ്ക്ക ഇടുന്നു. പാവയ്ക്ക ഇട്ടു. ഇനി അടുത്ത പ്ലേറ്റ് അരിഞ്ഞു വെച്ച പാവയ്ക്കായും കൂടെ ഈ പാത്രത്തിനകത്തോട്ട് ഇടുന്നു. ഇനി അടുത്ത ഇഞ്ചി പേസ്റ്റ്, ഒരു ചെറിയ ബൗൾ ഇഞ്ചി പേസ്റ്റ് കാണിച്ചേ. ഇഞ്ചി പേസ്റ്റ് അങ്ങോട്ട് ഇട്ടോ. ഇഞ്ചി മാത്രമേ ഉള്ളൂ കേട്ടോ, വെളുത്തുള്ളി ഒന്നുമില്ല, ഇഞ്ചി പേസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. ഇതും 2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇടുക. ടീസ്പൂൺ കാണിച്ചേ. 1 ടീസ്പൂൺ ഉപ്പിട്ട് വെതറി അങ്ങോട്ട് ഇടണം. ഇത് 1 ടീസ്പൂണും കൂടെ ഇട്ടു. ഇവൻ്റെ ആ ഉപ്പ് അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ്, ഉപ്പല്ല കയ്പും അവൻ്റെ ആ മക്കും മാറാൻ വേണ്ടി പാവയ്ക്കാറ് നന്നായിട്ട് തിരുമ്മണം. നന്നായിട്ട് തിരുമ്മിക്ക്, പാവയ്ക്കയുടെ കയ്പ് മാറാൻ വേണ്ടി കേട്ടോ. ചിലർക്കൊക്കെ പാവയ്ക്കയുടെ കയ്പ് ഇഷ്ടമില്ല, ചിലർ പറയും ചില മക്കൊക്കെ ഉണ്ടെന്ന്. അതൊന്നുമില്ല, നമുക്കിത് നല്ല ടേസ്റ്റിൽ അങ്ങോട്ട് പൊരിച്ചെടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രായമായവർക്കും കൊച്ചു പിള്ളേർക്കും. കറ കുറാന്ന് പറഞ്ഞ് നമുക്ക് കടിച്ച് കഴിക്കാം. നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മണം. ഒരു 15 മിനിറ്റ് നേരം നമ്മൾ ഇത് തിരുമ്മി വെക്കും, മൂടി വെക്കും. 15 മിനിറ്റ് കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് നീരിറങ്ങി ആ നീര് നമുക്ക് ഊറ്റിക്കളഞ്ഞിട്ട് പാവയ്ക്ക കഷ്ണം മാത്രമായിട്ട് എടുത്ത് നമുക്ക് മസാല പുരട്ടി വറക്കാം. അപ്പോൾ നന്നായിട്ട് തിരുമ്മി കൂത്തി വെച്ചോ. ഇനി ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ കാണിക്കാം എടുക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ വെള്ളം ഊറി വരും, ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് പാവയ്ക്ക കഷ്ണം മാത്രമായിട്ട് എടുക്കാം. ഓക്കെ, 15 മിനിറ്റിന് ശേഷം വെള്ളം ഊറി വന്ന് നിങ്ങൾ കൈകൊണ്ട് ശരിക്ക് തിരുമ്മി പിഴിഞ്ഞെടുക്കുവാണ്, അതായിരിക്കും ഏറ്റവും നല്ലത്. അത് പിഴിഞ്ഞ് ആ വെള്ളം അങ്ങോട്ട് കളയണം. ഇത്രയും വെള്ളം ഊറി വന്നിട്ടുണ്ട് 15 മിനിറ്റിന് ശേഷം. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് കളയാം. ഒഴിച്ച് കളയാം. ഇതാണ് അവൻ്റെ കയ്പും മക്കും കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നതാണ്. ഓക്കെ, നീര് ശരിക്ക് ഊറ്റിക്കളഞ്ഞതിന് ശേഷം അതിനകത്തോട്ട് 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടുന്നു. ഇട്ടോ. ഓക്കെ, നമ്മൾ മസാല തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തതായി അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു. മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി അടുത്തതായി ഇതിലോട്ട് കായപ്പൊടി 1/4 ടീസ്പൂൺ കായപ്പൊടി ഇടുന്നു. 1/2 ടീസ്പൂൺ വരും അല്ലേ അച്ഛാ? 1/2 ടീസ്പൂൺ കായപ്പൊടി ഇടുന്നു. ഇനി അതിനകത്തോട്ട് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇടുന്നു. 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇടുന്നു. അരിപ്പൊടിയും കൂടെ ഇട്ടു. ഇനി ഇനി ഒന്ന് മിക്സ് ചെയ്യുന്നു. നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. നന്നായിട്ട് മിക്സ് ചെയ്യും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഉപ്പിടാത്തത്. ഉപ്പ് പിടിച്ചിട്ടുണ്ട്. 15 മിനിറ്റ് വരെ നമ്മൾ വെച്ചില്ലേ, അതുകൊണ്ട് ഉപ്പ് ശരിക്കും പിടിച്ചിട്ടുണ്ട്. ഇളക്കി കൊടുക്കുന്നു. നന്നായിട്ടത്
പിടിക്കട്ടെ മസാല ശരിക്ക്. ഇനി ഇതിലോട്ട് 150 ml തൈര് ഒഴിച്ചു കൊടുക്കുന്നു. തൈര് ഓക്കെ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കണം. നന്നായിട്ട് ഇളക്കിക്ക്. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം. ശരിക്കും എല്ലായിടത്തും മസാല പിടിക്കണം. നന്നായിട്ട് വിട്ട് നല്ല കറാന്നിരിക്കാൻ വേണ്ടിയാണ് അരിപ്പൊടി ചേർക്കുന്നത്. അതുപോലെ തന്നെ ടേസ്റ്റിന് വേണ്ടിയാണ് ലേശം കായപ്പൊടി ചേർത്തത്. അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നതാണ് അതാകുമ്പോൾ നല്ല കളറും കിട്ടും, ആവശ്യത്തിന് എരിവും കിട്ടും. അപ്പം പാവയ്ക്ക അങ്ങോട്ട് പൊരിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല ചോറിൻ്റെ കൂടെ കൂട്ടി സൂപ്പറായിട്ട് കഴിക്കാം. ഇനി കരിവേപ്പില എപ്പോഴും ഇടുന്നത്? എന്നാൽ നമുക്ക് ഈ അടുത്ത കരിവേപ്പിലയും കൂടെ ഇടാം. കരിവേപ്പിലയും കൂടെ ഇട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിനകത്തിരിക്കട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് ഈ മസാലയെല്ലാം ശരിക്കും പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് പൊരിച്ചങ്ങോട്ട് എടുക്കാം വെളിച്ചെണ്ണയിൽ. പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർക്കും നല്ല പൊടിമീനൊക്കെ കഴിക്കുന്നവർക്കും അതേ ടേസ്റ്റ് കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പാവയ്ക്ക പൊതുവെ ചിലർ കഴിക്കത്തില്ലേ, ഭയങ്കര കയ്പാണ്, മക്കാണ്. അയ്യേ പാവയ്ക്കയാണ്. അപ്പോൾ ഈ നോയമ്പ് കാലത്തൊക്കെ പാവയ്ക്ക ഇങ്ങനെയൊക്കെ ഫ്രൈ ചെയ്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. കാരണം നോയമ്പെടുക്കുന്നവർക്കൊരു പ്രത്യേക രുചി കിട്ടും. എന്നാൽ നമുക്കിത് ഫ്രിഡ്ജിനകത്ത് വെക്കാം കേട്ടോ. ഇത് മൂടി ഫ്രിഡ്ജിനകത്ത് നമുക്ക് അരമണിക്കൂർ വെച്ച ശേഷം വറക്കുന്ന കാണിക്കും. ഇത് ഒരു കുഴുവുള്ള പാൻ, നോൺ സ്റ്റിക്ക് പാൻ അടുപ്പേ വെച്ച് ചൂടായി വരുന്നു. ചൂടായി വന്ന ശേഷം നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായി വരുന്നു. ഒരു ചെറിയ ബൗൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ, അത് വറക്കാൻ പാകത്തിന്. നോൺ സ്റ്റിക്ക് പാത്രം എടുത്ത് മൊത്തം ഒഴിച്ചു. ഓക്കെ. ചൂടായി കഴിയുമ്പോൾ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് പാവയ്ക്ക കഷ്ണങ്ങൾ ഇടാം. ചൂടാകട്ടെ. എണ്ണ ചൂടാവുന്നു. കഷ്ണങ്ങൾ ചെറിയ മീൻ കഷ്ണങ്ങൾ ഇടുന്ന പോലെ അങ്ങ് ഇടുന്നു. ഇട്ടം കൊടുക്കുക. അങ്ങോട്ട് നിരത്തുക, മീൻ നിരത്തുന്ന പോലെ. നോൺ സ്റ്റിക്ക് അതെടുത്ത് മീൻ നിരത്തുന്ന പോലെ അങ്ങോട്ട് നിരത്തുക. എന്നിട്ട് മറിച്ചും തിരിച്ച് ഇടുമ്പോൾ അധികം എണ്ണയും ചിലവില്ല, നന്നായിട്ട് മൊരിഞ്ഞും കിട്ടും. നല്ല പൊരിച്ച് നല്ല സൂപ്പർ ടേസ്റ്റായിരിക്കും. എല്ലാവരും ഇങ്ങനെയൊന്ന് വെച്ച് നോക്കണം കേട്ടോ. കുറച്ചും കൂടി ഇടാം കേട്ടോ. നടുക്കൊക്കെ ഗ്യാപ്പ് എടുക്കുന്നുണ്ട്. ലേശം കൂടെ എടുത്തിട്ട് എല്ലാം കറക്റ്റായിട്ട് മീൻ വറക്കാൻ നിരത്തുന്ന പോലെ, പൊടിമീൻ വറക്കുന്ന പോലെ എല്ലാം നിരത്തി. ഇനി മീഡിയം ഫ്ലെയിം വെക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് മൊരിയട്ടെ ഒരു സൈഡ്. നമുക്കെന്നാൽ ഇതൊന്ന് മൂടി വെച്ചേക്കാം, വേകട്ടെ. 2 മിനിറ്റ് കഴിഞ്ഞു നമ്മളിത് തുറക്കുന്നു. അടി പിടിക്കാതെ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഉടനെ തുറക്കണം. നന്നായിട്ട് മൊരിയുന്നുണ്ട്. മുരിഞ്ഞോട്ടെ. ഇടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കും, തുറന്നിരിക്കട്ടെ. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് വറുത്താൽ മതി. ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ ഇരുന്നോട്ടെ. ആവശ്യം വരും. ഇപ്പം 2-3 പേർക്ക് വേണമെങ്കിൽ 2-3 പേർക്ക് വേണ്ടി മാത്രം എടുത്ത് ഇതുപോലെ വറുത്താൽ മതി. ബാക്കി ഫ്രിഡ്ജിൽ ഇരുന്ന് വെച്ചാൽ മതി. 3-4 ദിവസം ഇത് ഫ്രിഡ്ജിൽ ഇരുന്നോളൂ. ഇപ്പോൾ ഞാൻ 1 കിലോ അരിഞ്ഞല്ലോ. ഇപ്പോൾ ഞാനൊരു ചീൻചട്ടി വറക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് എപ്പോൾ വേണോ അപ്പോൾ വറുത്തിട്ട് വെച്ചാൽ മതി. ഫ്രിഡ്ജിനകത്ത് ഫ്രീസറിൽ അങ്ങ് ഇരുന്നോളൂ. വളരെ നല്ലതാണ്. ഇതിപ്പോൾ ഇത് ഫ്രീസറിനകത്ത് ഇതുപോലെ മസാല പുരട്ടി വെക്കുവാണെങ്കിൽ പിള്ളേർ പ്രായമായവരും ഒക്കെ ഉണ്ട്. നോയമ്പ് കാലത്ത് മീനൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുന്നവരാണ്. അവർക്ക് മീനോ ഇല്ലാതെ വരുമ്പോൾ ഇതങ്ങ് പിള്ളേർക്ക് വറുത്ത് കൊടുക്കുമ്പോൾ അല്ലെ പ്രായവർക്ക് വറുത്ത് പോകും. വളരെ സന്തോഷമാവും. ഇതൊരു മോരും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. അപ്പം ഒന്ന് ഇച്ചിരി മൂടി വെച്ചാൽ എളുപ്പമുണ്ട് വേഗം. എപ്പോഴും തുറന്ന് നോക്കണം കേട്ടോ, കരിയാതെ. ഓക്കെ, മൂടി വെക്കാം. മൂടി വെച്ച് ഇത് തുറന്ന് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കരിഞ്ഞു പോകരുതല്ലോ, അതുകൊണ്ട് ഇടയ്ക്കൊന്ന് മറിച്ചിടുന്നത് നല്ലതാണ്. വളരെ സൂക്ഷിച്ച് വേണം. ഒരു മീൻ്റെയൊക്കെ സ്മെല്ല് വരുന്നുണ്ട്.
ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. രണ്ട് നോൺ സ്റ്റിക്ക് കൂടെ എടുത്താൽ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ടാണ്. യെസ്, വെരി ഗുഡ്. ഓക്കെ. ഓക്കെ, ഇനി മൂടി വെച്ചു. നന്നായിട്ട് മുരിഞ്ഞ് നല്ല മീൻ്റെയൊക്കെ വെളിച്ചെണ്ണ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. മീൻ്റെയൊക്കെ സ്മെല്ല് പോലെയാണ്. ആഹാ, എണ്ണ മുളകൊക്കെ നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് മൂടി വെച്ചു, നന്നായിട്ട് മുരിയട്ടെ. 2 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറക്കുന്നു. നന്നായിട്ട് മുരിഞ്ഞോട്ടെ. ഒന്ന് ഇളക്കി കൊടുത്തേ. 2 വശം ഒരുപോലെ മുരിയാൻ വേണ്ടി. കരിഞ്ഞു പോകരുത്, അതുകൊണ്ടാണ്. നല്ല കറുകറാന്നാക്കി. അതങ്ങോട്ട് വലിഞ്ഞ് ചുരുണ്ട് നന്നായിട്ട് മൊരിഞ്ഞ് അങ്ങോട്ട് കണ്ടോ. നന്നായിട്ട് വലിഞ്ഞ് ഞുറുങ്ങുന്നുണ്ടോ, അതുപോലെ മൊരിഞ്ഞ് വരണം. നന്നായിട്ട് ചുരുങ്ങി മസാലയെല്ലാം പിടിച്ച്. ഓക്കെ, ഇനി ഒന്ന് മൂടി വെച്ചേരും. നന്നായിട്ട് മൊരിഞ്ഞോട്ടെ. അത് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഒന്നും കൂടെ ഒന്ന് മറിച്ചിടുവാണ്. നന്നായിട്ട് മൊരിയുന്നോളം വരെ എന്നിട്ടേ ഉള്ളൂ എടുക്കാവുള്ളൂ. നന്നായിട്ട് മൊരിഞ്ഞ ശേഷമേ ഉള്ളൂ എടുക്കാവുള്ളൂ. അപ്പോൾ ഇവൻ ശരിക്കും അങ്ങോട്ട് ശൃംഗം ചെയ്യും, അതായത് ചുരുങ്ങും, നന്നായിട്ട് ഒതുങ്ങും. അതാണ് ശരിക്കും മൊരിഞ്ഞതെന്നറിയണം. കറാന്നിരിക്കും. ഇത് തണുത്ത് കഴിയുമ്പോൾ കറാന്നിരിക്കും. മുച്ചയാണ് മൊരിഞ്ഞോട്ടെ. നന്നായിട്ട് മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി കോരി പ്ലേറ്റിലോട്ട് വെച്ച് കാണിക്കാം കേട്ടോ. ഭയങ്കരമായിട്ട് മുരിയണ്ട, ലേശം മുരിവ് കുറയുന്നതല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പാവയ്ക്കാൻ ആ ഒരു ജെന്യൂൻ ടേസ്റ്റും കൂടെ കിട്ടാൻ വേണ്ടി. ഭയങ്കരമായിട്ട് മുരിയണ്ട, ഇത്രയും മതി. ഇനി ഞാൻ പാത്രത്തിനകത്ത് കോരിയെടുക്കാം. കോരിയെടുത്ത് വെച്ചാൽ ഇത് സ്പൂണൊന്ന് കാണിച്ചേ, കോരുന്ന സ്പൂണൊന്ന് കാണിച്ചേ. ഈ സ്പൂണിന് അങ്ങോട്ട് കോരിക്കേ. ഇപ്പം മുരിഞ്ഞ് ഇത് മതി. ഇപ്പം നല്ല പാകമായി. ഇനി ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് കോരി കഴിയുമ്പോൾ നല്ല ക്രിപ്സി പോലെയാവും. നന്നായിട്ട് മുരിക്കും. കോരിക്ക്. ഓക്കെ, ഒരു പ്ലേറ്റിലോട്ട് വെച്ചിട്ട് കാണിക്കുക. പ്ലേറ്റിലോട്ട് മാറ്റിയ പാവയ്ക്ക പൊരിച്ചതാണ്. ഇത് കണ്ടോ, പൊടിമീൻ വറുത്ത പോലെ തന്നെ ഇരിക്കുന്നു. നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി ഒന്ന് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. നല്ല ഫൈനായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. പിന്നെ മുരിക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കുക. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വേണം മുരിക്കാൻ. കണ്ടമാനം മുരിക്കാൻ നോക്കിയാൽ ചിലപ്പം കരിഞ്ഞു പോകും. അപ്പോൾ അധികം മുരിയുന്നതിന് മുമ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അരപ്പൊക്കെ കരിയുന്നതിന് മുമ്പ് എടുക്കണം കേട്ടോ. വളരെ സൂക്ഷിച്ച് വേണം എടുക്കാൻ. നന്നായിട്ട് മുരിക്കാൻ നിൽക്കുന്നവരോടാണ് പറയാനുള്ളത്, കരിയാതെ പെട്ടെന്ന് തന്നെ എടുക്കണം കേട്ടോ. അപ്പം അച്ചാൻ ഇതൊന്ന് കൂട്ടിയിട്ട് അഭിപ്രായം പറയും. ഇത് പിള്ളേർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. ഞങ്ങൾ ബാക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുക, ആവശ്യത്തിനുള്ളത്. ഇപ്പോൾ അച്ചാന് കഴിക്കാനുള്ളതേ വാർത്തുള്ളൂ. അച്ഛൻ വന്നെടുത്തൊന്ന് ടേസ്റ്റ് പറയാമോ? ഇത് അച്ചാൻ എടുക്കുന്നു. അച്ചാൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയാണ്. കണ്ടോ, പൊടിമീൻ കഴിക്കുന്ന പോലെ തന്നെയാണ്. നോയമ്പ് കാലത്ത് കണ്ടോ, നല്ല കറുമുറു എന്ന് പാവയ്ക്ക പൊരിച്ചത്. കഴിച്ചിട്ട് എങ്ങനെയുണ്ട് അച്ഛാ? സൂപ്പർ. ഇങ്ങോട്ട് നോക്കിയേ. സൂപ്പറാണോ? സൂപ്പർ. ചോറിൻ്റെ കൂടെ അച്ഛൻ കഴിക്കുന്നത് പൊടിമീൻ്റെ രുചിയാണോ എന്നത്തിൻ്റെ രുചിയാണ് ചെയ്ത്? ഇത് ഒന്നാമതരം പാവയ്ക്ക തന്നെയാണ് അല്ലേ? വെജിറ്റേറിയൻസൊക്കെ ഇങ്ങനെ കഴിച്ചാൽ നല്ലതാണ്. കണ്ടോ, പാവയ്ക്ക പോലെ നല്ല ടേസ്റ്റാണ് അല്ലേ? നല്ല ടേസ്റ്റ്, സൂപ്പറല്ലേ? ഏറ്റവും നല്ല. ഇത് അച്ചാന് ഭയങ്കര നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം എൻ്റെ ഈ ശാലം മോരും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാ അല്ലേ? ബഹു സൂപ്പർ. മോരും കൂടെ ഉണ്ട്, സൂപ്പർ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി ഒന്ന് കഴിക്കുക. എൻ്റെ ഈ വേറെ ഒരു കറി ഇല്ലേലും മതി. ഒരു കറിയില്ലേ ഇത് മതി. ഒരു കറി ഇല്ലേലും ഇത് തന്നെ ഉണ്ട്. ചോറിന് കൂട്ടാം. അപ്പം എൻ്റെ ഈ കുക്കിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി
ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. താങ്ക് യു അച്ഛാ. സൂപ്പറായിരിക്കുന്നല്ലേ? സൂപ്പർ. തേ അച്ഛാ അതെ കഴിച്ച അച്ഛാ ഇച്ചിനോട് എടുത്തേച്ചാ. ഇത് തീർന്നല്ലോ അച്ഛാ. സൂപ്പർ. അത്രയ്ക്ക് ടേസ്റ്റാല്ലേ? അപ്പോൾ താങ്ക് യു. എല്ലാവർക്കും താങ്ക്സ് കൊടുത്തേ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.